ഹായ്! ഇന്ന് നമ്മൾ പോകുന്നത് കൊടുങ്ങല്ലൂരിൻ്റെ ചരിത്രത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂരിന് ഒരുപാട് ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയപ്പോൾ നമ്മൾ കുറച്ചൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ കോട്ടപ്പുറത്തുള്ള ഒരു കോട്ട കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ദാ നമ്മൾ കോട്ടയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഇതേപോലെ ഒരു പുരാവസ്തു പഴയൊരു മൂല്യം ഉള്ള ഒരു ഇത് നിലനിൽക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കാം കേട്ടോ. അപ്പോൾ ഇത് വളരെ ഒരു കോട്ട എന്നുള്ളതിലുപരി വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ നമുക്ക് കാണാനായിട്ടൊക്കെ അത്യാവശ്യം കോട്ടയൊക്കെ തകർന്നു പോയി, അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ അവിടേക്ക് പോകുന്ന വഴി തന്നെ അറിയാലോ, നമ്മുടെ നാട് ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴി വളരെ രസകരമാണ്. കണ്ടോ, സൈഡിലായിട്ട് ഒരു പുഴയാണ്, അതിൻ്റെ സൈഡിലായിട്ടാണ് കോട്ട വരുന്നത്. ഈ കോട്ടയെക്കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ പോർച്ചുഗീസുകാരാണ് ഈ കോട്ട പണി കഴിപ്പിച്ചത് കേട്ടോ. അവർ കച്ചവടത്തിനായിട്ട് വന്നപ്പോൾ 1503 പണി കഴിപ്പിച്ച കോട്ടയാണ്. കണ്ടോ, നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴി സൈഡിലായിട്ട് പുഴയാണ്. ഇപ്പോൾ അവിടെ കുറേ കെട്ടുകൾ കാണാൻ പറ്റും, കുറേ മീൻകൂടുകളുണ്ട്. അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു സൈഡിലെ വ്യൂ നല്ല രസകരമാണ്. അപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂരിൽ എന്ന് പറയുന്നത് പണ്ട് തുറമുഖ പട്ടണമായിരുന്നല്ലോ. അപ്പോൾ ചേര രാജാക്കന്മാരുടെ തലസ്ഥാനവും ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേര് കച്ചവടത്തിനൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ അങ്ങനെ പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ചതാണ് ഈ കോട്ട. അപ്പോൾ ഈ കോട്ടയിൽ കണ്ടോ, ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോയി. ഇത് അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു കുളിക്കടവ് പോലത്തെ ഒരു സ്ഥലമാണ്. ഇതൊക്കെ തകർന്ന് ഇതായിട്ട് പോയിട്ടുണ്ട്. പിന്നീട് അത് നമുക്ക് അങ്ങനെ പണി കഴിപ്പിച്ചിട്ടൊന്നുമില്ല. ഇതതുപോലെ തന്നെ പൊളിഞ്ഞു പോയ ഭാഗങ്ങൾ ഒക്കെ അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് കോട്ടയുടെ അടുത്തേക്കാണ് പോകുന്നത്. കണ്ടോ, ഇതുപോലെ കുറേ കോട്ടയുടെ അവശിഷ്ടങ്ങൾ മാത്രമേ ഇവിടെ സ്ഥിതി ചെയ്യുന്നുള്ളൂ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സമ്മതത്തോടെ തിരുവിതാംകൂർ ഈ കോട്ട വാങ്ങി. പിന്നീട് അത് 1989 ടിപ്പു നശിപ്പിക്കുകയാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ നശിപ്പിച്ചതിന് ശേഷമുള്ള കുറേ അവശിഷ്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കണ്ടോ, ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളേ ഇവിടെ ഉള്ളൂ. ഇപ്പോഴും ഇത് ഒരു ക്രാങ്കന്നൂർ കോട്ട എന്നാണ് ഇതിനിപ്പോൾ അറിയപ്പെടുന്നത് കേട്ടോ. ഇതൊരു പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകമായിട്ട് പ്രഖ്യാപിച്ച് അവരേറ്റെടുത്ത് നടത്തി സംരക്ഷിച്ച് പോരുവാണ്. അങ്ങനെ നമുക്ക് കണ്ടോ, ഇതൊരു ജസ്റ്റ് ഒരു സ്കെൽട്ടൺ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഡച്ചുകാരുടെ ഒരു സ്കെൽട്ടൻ്റെ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് കാണുന്നുണ്ടോ എന്നറിയില്ല. കണ്ടോ, ഒരു സ്കെൽട്ടൻ മാത്രമേ ഉള്ളൂ. അവരുടെ ഒരു അവശിഷ്ടം ആണ് ഇവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അവർ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതാണ് പിന്നെ ഇവിടെ കാണാനായിട്ടുള്ളത്. പിന്നെ കോട്ടയിൽ നിന്നും 23 പീരങ്കി ഉണ്ടകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കേട് പറ്റാത്തതുമായിരുന്നു. കൂടുതലും ഇരുമ്പ് കൊണ്ടൊക്കെ നിർമ്മിച്ച സാധനങ്ങളായിരുന്നു കൂടുതലും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അത് കണ്ടോ, കോട്ട നമ്മളിങ്ങനെ കുറച്ച് ചുറ്റി നടന്ന് കാണാം. ഒരുപാട് അങ്ങനെ ഇതായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ അധികമൊന്നും കാണാനില്ല. എല്ലാം പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് അത് സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മ്യൂസിയം ഉള്ള രീതിയിൽ അങ്ങനെയൊന്നും നമുക്ക് കാണാനില്ല. ഈ കോട്ടയുടെ കുറേ അവശിഷ്ടങ്ങൾ ഒക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വന്ന് കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്യാം. അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇത് വേണ്ടിയിട്ടൊക്കെയാണ് ഈ കോട്ട കൂടുതലായിട്ടും ആൾക്കാർ ഇവിടെ വരുന്നതും ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ. ഒരു ഹോളിഡേയ്സിലൊക്കെ നമുക്ക് വന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ കുറച്ച് ഏരിയ ഉണ്ട്. അങ്ങനെ നമുക്കിതിങ്ങനെ നടന്ന് കാണാം. അപ്പോൾ ഇത് അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ പോവാണ്. അടുത്ത സ്ഥലം എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പുകളും കാര്യങ്ങളും പകുതി മുക്കാൽ ഭാഗവും തകർന്നു പോയി. ടിപ്പു സുൽത്താനാണത് വന്ന് 1789 ടിപ്പു നശിപ്പിച്ചത്. അതിനുശേഷം പിന്നെ ഇങ്ങനെ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടി ആയിട്ട് അങ്ങനെ കൊണ്ട് നടക്കുവാണ്. അപ്പോൾ ഇത് നമ്മൾ അവിടെ നിന്ന് കയറി കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു. ഈ സൈഡെന്ന് പറയുമ്പോൾ ഒരു പുഴയും അങ്ങനത്തേക്ക് ഒരു ഏരിയയാണ് വരുന്നത്.
പുഴയുടെ സൈഡിലായിട്ടുള്ള ഏരിയയാണ്. ഇവിടെ നമുക്ക് കുറേ മരങ്ങളും കാര്യങ്ങളും കുറച്ച് ബ്യൂട്ടിഫുള്ളായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കാനും കുറച്ച് നേരം ഒരു പാർക്കിൻ്റെയൊക്കെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. കുറേ നേരം അങ്ങനെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അത്യാവശ്യം നല്ല മഴയുള്ള ദിവസമായിരുന്നു. എന്നാലും അത്യാവശ്യം കുറച്ച് ആൾക്കാരുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് പേരൊന്നും ഡെയിലി വരുന്ന ഒരു ഏരിയയൊന്നും അല്ല ഇത്. നമുക്ക് ഇങ്ങനെ ഒരു കോട്ടയുള്ള കാര്യം നമുക്കറിയാമായിരുന്നെങ്കിലും നമ്മളങ്ങനെ വന്നിട്ടൊന്നുമില്ല. ആദ്യമായിട്ടാണ് വരുന്നതൊക്കെ കേട്ടോ. ഇങ്ങനെ നമ്മളിപ്പോൾ ഇന്നിങ്ങനെ നിങ്ങളെയും കൂടി നമ്മുടെ ചരിത്രം ഒന്ന് അറിയിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വന്നതാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥലമുള്ളത് നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഒരു ഹിസ്റ്ററിയും കൂടിയാണല്ലോ ഇത്. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ കോട്ടപ്പുറം മാർക്കറ്റ്, അതുപോലെ തന്നെ നമ്മൾ കോട്ടപ്പുറം എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു പണ്ടത്തെ ഒരു കച്ചവട ഏരിയ ആയിരുന്നു കോട്ടപ്പുറം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോട്ടേൻ്റെ ശരിക്കും പേര് പറയുന്നത് ക്രാങ്കന്നൂർ കോട്ട എന്നാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. ഇപ്പോൾ അത് 1909 ക്രാങ്കന്നൂർ കോട്ട എന്ന് പറഞ്ഞിട്ട് അറിയപ്പെട്ട് തുടങ്ങിയത്. തിരുവിതാംകൂർ പുരാവസ്തു വകുപ്പാണ് ഇത് സംരക്ഷിച്ചിട്ട് ഒരു സ്മാരകമായിട്ട് പ്രഖ്യാപിച്ച് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വഴിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഒന്ന് വിസിറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വെറും 10 രൂപയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ സീനറിയൊക്കെ ആസ്വദിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും. ബൈ ബൈ.